NCP ഔദ്യോഗികമായി പിളർന്ന് രണ്ടായതോടെ പ്രതിപക്ഷത്തുള്ള LDF വൻ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. മുന്നണിയിലെ ഔദ്യോഗിക അംഗമായ ശരത് പവാർ വിഭാഗത്തെ കൂടെ നിർത്തണോ അതോ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തോട് കൂറു പുലർത്തുന്ന AK ശശീന്ദ്രൻ നയിക്കുന്ന NCP സെക്യുലർ പാർട്ടിയെ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകാതെ വലയുകയാണ് LDF നേതൃത്വം. PC ചാക്കോയുടെ സ്വാധീനത്തിലുള്ളതും PM സുരേഷ് ബാബു സംസ്ഥാന അധ്യക്ഷനുമായ NCP വിഭാഗവും AK ശശീന്ദ്രന്റെ പുതിയ പാർട്ടിയും ഒരുപോലെ മുന്നണിയിൽ അവകാശവാദം ഉന്നയിക്കുന്നതാണ് അനിശ്ചിതത്വത്തിന് കാരണം. ഇരു വിഭാഗവും പരസ്പരം പോരടിക്കുന്നത് CPM ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് വലിയ തലവേദനയാണ്. ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണി ബന്ധമാണ് ശരത് പവാർ വിഭാഗത്തിന്റെ കരുത്തെങ്കിൽ LDFനോടും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോടുമുള്ള ദീർഘകാല ബന്ധമാണ് AK ശശീന്ദ്രന്റെ പ്രധാന മൂലധനം. ശരത് പവാർ ഏതു നിമിഷവും BJPയിലേക്ക് ചേക്കേറിയേക്കാമെന്നും ജനതാദൾ കേരള ഘടകം ചെയ്തതുപോലെ ഇടതുപക്ഷ നിലപാട് സംരക്ഷിക്കാനാണ് തങ്ങൾ പുതിയ പാർട്ടി ഉണ്ടാക്കിയതെന്നുമാണ് ശശീന്ദ്രൻ പക്ഷത്തിന്റെ വാദം. ഇരു വിഭാഗവും മുന്നണി പ്രവേശനത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും തീരുമാനമെടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന LDF സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശശീന്ദ്രൻ പക്ഷത്തെ മാത്രം ക്ഷണിക്കുകയും ചാക്കോ വിഭാഗത്തെ ഒഴിവാക്കുകയും ചെയ്തത് പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നു. ഔദ്യോഗിക പാർട്ടി ചിഹ്നമുള്ള ശരത് പവാർ പക്ഷത്തോടോ അതോ LDFന്റെ വിശ്വസ്തനായ ശശീന്ദ്രന്റെ പുതിയ പാർട്ടിയോടോ LDF ചാഞ്ഞു നിൽക്കുക എന്ന തീരുമാനം വരും ദിവസങ്ങളിൽ നിർണായകമാകും.